ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മളിന്നൊരു പാലക്കാടൻ റാവുത്തർ ബിരിയാണി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളതിലേക്ക് ആവശ്യമായ സവാളയും മല്ലിയില, പുതിനയില, ലെമണ്, തക്കാളി, പച്ചമുളക്, സ്പൈസസ് എല്ലാം സെറ്റാക്കി വെച്ചേക്കുക. നമ്മുടെ ചങ്ങായിമാരാണ് എല്ലാം സെറ്റാക്കി തന്നത്. അപ്പോഴത്തേക്ക് നമ്മൾ ചെമ്പൊക്കെ വെച്ച് അതിലേക്ക് സൺഫ്ലവർ ഓയിലും കുറച്ച് നെയ്യൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ സ്പൈസസ് ഇട്ട് ഒന്ന് സെറ്റാക്കി ഇങ്ങ് എടുക്കുക. അപ്പോഴത്തേക്ക് നമ്മൾ നല്ല പേസ്റ്റാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി അതും ഇടുക. അത് ഇട്ടതിന് ശേഷം നമ്മളത് നല്ല മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ നല്ല കുനുകുനോടെ നമ്മുടെ സവാളക്കുട്ടന്മാരെ എങ്ങനെ അരിഞ്ഞു വെച്ചപ്പോൾ ഉണ്ട്. അപ്പോൾ അവരെ എടുത്തങ്ങോട്ട് വിതറുക. നല്ല വിതറിയതിന് ശേഷം നല്ല മിക്സ് അങ്ങ് ചെയ്യുക. മിക്സ് ചെയ്ത് നല്ല അതിന് ശേഷം നല്ല മിക്സ് ചെയ്തതിന് ശേഷം നമ്മളതിലേക്ക് നമ്മുടെ കറി ലീഫും കുറച്ച് സാൾട്ടും ഒക്കെ ഇട്ടതിന് ശേഷം വീണ്ടും മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുന്നതിന് ഒരു ക്ഷമയില്ലാത്ത രീതിയിൽ ചെയ്യണ്ട, നല്ല ക്ഷമയോടെ ചെയ്താൽ മതി. അതിനുശേഷം നമ്മളവിടെ അപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ മസാല പുരട്ടി വയ്ക്കുക. മസാലയൊക്കെ പുരട്ടി വെച്ചാൽ നല്ല പിടിക്കത്തുള്ളൂ. അതിനുശേഷം നമ്മുടെ ആറ്റിങ്ങൽ ജിംഖാന അവിടെ നമ്മുടെ അരിയൊക്കെ കഴുകുക. അപ്പോഴത്തേക്ക് നമ്മൾ മല്ലിയിലയും പുതിനയിലയും തക്കാളിയും എല്ലാം കൂടെ ഇട്ട് വീണ്ടും മിക്സ് ചെയ്ത് നല്ല കുഴമ്പ് പരുവത്തിലാക്കി ഇങ്ങെടുക്കുക. കണ്ടില്ലേ? അപ്പോൾ അങ്ങോട്ട് നല്ല കുഴമ്പാവട്ടെ. നല്ല സെറ്റായിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടിയും ബിരിയാണി മസാലയും എല്ലാം ഇട്ടതിന് ശേഷം വീണ്ടും മിക്സ് ചെയ്തതിന് അപ്പോഴത്തേക്ക് നമ്മുടെ മസാല പുരട്ടി വെച്ചതിന് ചിക്കന്മാരെ അതിലേക്ക് ഇടുക. എന്നിട്ട് വീണ്ടും നല്ല മസാല മിക്സാക്കി ഇങ്ങെടുക്കുക. മിക്സ് ആയതിനു ശേഷം നമ്മൾ ആവശ്യത്തിന് തൈര് ഒഴിക്കുക. തൈര് കണ്ടോ? തൈരൊക്കെ ഇട്ടതിന് ശേഷം അത് മിക്സാക്കിയതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് വെള്ളം, 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന അളവിൽ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ നെയ്യൊക്കെ ഒഴിച്ച് നല്ല തിള വരുന്നുണ്ടോ വെള്ളം. അപ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് നമ്മൾ ബിരിയാണി റൈസ് ഇടുക. കണ്ടല്ലേ? അതിങ്ങനെ വെള്ളം ഇങ്ങനെ വറ്റി ഇങ്ങനെ വരണം. കണ്ടല്ലേ? വെള്ളം ഇങ്ങനെ വറ്റി ഇങ്ങനെ വന്നതിന് ശേഷം നമ്മളത് ദമ്മിടുക. ഏകദേശം ഒരു 20 മിനിറ്റ്. അപ്പോൾ ദമ്മിടുമ്പോഴത്തേക്ക് സെറ്റാവും 20 മിനിറ്റ്. അപ്പോഴത്തേക്ക് നമ്മുടെ ആറ്റിങ്ങൽ ജിംഖാന സലാഡിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനാണ്. കണ്ടില്ലേ? നല്ല കുനുകുന അരിഞ്ഞ ഉള്ളിയും കുക്കുംബറൊക്കെ കൈയൊക്കെ ഇട്ടങ്ങോട്ട് ഇളക്കി മറിക്കുക. നമ്മുടെ ഹരിഹരൻ പിള്ള ഹാപ്പിയാണ് സിനിമയിലെ ജഗതി ചേട്ടൻ പറയുന്ന പോലെ, ഇത് കടച്ചതല്ല കൈപ്പടിയാണെന്ന് പറയുന്ന പോലെ പുള്ളിക്കാരൻ പറയുന്നത് കൈയിട്ടങ്ങോട്ട് ഇളക്കിയാൽ ഇതെല്ലാം അങ്ങോട്ട് സെറ്റാവത്തുള്ളൂ. എല്ലാവർക്കും കഴിക്കാനുള്ളതായതുകൊണ്ട് നല്ല വൃത്തിക്ക് കൈയൊക്കെ കഴുകി വൃത്തിയായതിനു ശേഷം ഇളക്കുന്നത് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ചോറ് സെറ്റായി. നമ്മളത് മെല്ലെ പാത്രത്തിലേക്ക് തട്ടുകയാണ്. കണ്ടില്ലേ? ആവിയൊക്കെ ഇങ്ങനെ പറക്കോ, മണം കൊണ്ട് നിൽക്കാൻ വയ്യും. അപ്പോഴത്തേക്ക് നമ്മൾ ചോറൊക്കെ ഇട്ടതിന് ശേഷം അതിലേക്ക് മുട്ടയൊക്കെ വെച്ചു. കുറച്ച് ചിക്കൻ ഫ്രൈയുടെ ഉണ്ടായിരുന്നത് നല്ലതായിരുന്നു, പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ അത് ഒഴിവാക്കി. അപ്പോൾ നമ്മൾ ചോറൊക്കെ ഇങ്ങനെ പ്ലേറ്റിലേക്ക് തട്ടുകയാണ്. കണ്ടില്ലേ? ആവശ്യത്തിന് ഇങ്ങനെ ഇടുക. നല്ല ചിക്കൻ പീസൊക്കെ അങ്ങോട്ട് എടുക്കുക. നല്ല സെറ്റാക്കി ഇങ്ങനെ വയ്ക്കണം. കണ്ടല്ലേ? നല്ല കളറല്ലേ? നല്ല സെറ്റ് സാധനമാണ് മക്കളെ. അപ്പോൾ അതൊക്കെ സെറ്റായതിനു ശേഷം നമ്മുടെ ആറ്റിങ്ങൽ ജിംഖാന ഉണ്ടാക്കിയ നല്ല സലാഡും, അതിന് ശേഷം നല്ല നമ്മുടെ കോഴിമുട്ടയൊക്കെ എടുത്ത് അങ്ങോട്ട് വെച്ചതിന് ശേഷം ഒരു പിടി അങ്ങ് പിടിക്കാൻ പോവുക മക്കളെ. കണ്ടോ? എല്ലാവരും ഓടി വാ, നല്ല ഫുഡാണ്, എല്ലാവർക്കും കഴിക്കാം. അപ്പോൾ അത്രയ്ക്ക് മനോഹരമായ ഒരു ബിരിയാണിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം എല്ലാവർക്കും ഒരു ബായ്.